ശ്രീ പ്രശാന്ത്, ഈ നമ്മുടെ UDF-നകത്ത് വലിയൊരു പ്രതിസന്ധി ഇങ്ങനെ രൂപം കൊണ്ട് വരികയാണ്. 2026 അടുക്കുകയാണ്. ഇവർക്ക് അധികാരം കിട്ടുമെന്നുള്ള ഒരു അതിമോഹത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിനകത്താണ് മുഴുവൻ ഈ പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ നിരവധി പേരാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും അവർ പിന്നീട് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. പക്ഷെ ഇവിടെ VD സതീശനാണ്. VD സതീശനെതിരെ പാർട്ടിയിൽ വലിയൊരു വിഭാഗം രംഗത്ത് വന്നിരിക്കുകയാണ്. ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ലീഗ് ഇതിന് ഇവിടെ ഒരു നിർണായക ഘടകമായി മാറും. ലീഗ് ആയിരിക്കും തീർച്ചപ്പെടുത്താൻ പോകുന്നത് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. അത്തരത്തിലല്ലേ പോകുന്നത് കാര്യങ്ങൾ. അതാണ് VD സതീശന് പൊല്ലാപ്പായത് വക്കഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുനമ്പം വക്കഫും വെള്ളത്തിൽ പോയി, VD സതീശനും വെള്ളത്തിൽ പോയി എന്നുള്ള രീതിയായിപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്ത് സാറി പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ സമയം തൊട്ട് വളരെ വ്യക്തമായിട്ട്, അതിനു മുമ്പും മുസ്ലിം ലീഗിന് കൃത്യമായ സ്വാധീനം UDF-നകത്തുണ്ടായിരുന്നു. അത്രത്തോളം സ്വാധീനം മാണിക്കുമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ നാളെക്കാലത്തെ 2026 സ്വപ്നം കാണുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ UDF-ന്റെ നേതാക്കന്മാരും ഒക്കെ മുസ്ലിം ലീഗിനെ ചാരി നിൽക്കാനേ പറ്റത്തുള്ളൂ എന്ന് വളരെ ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ UDF-നകത്ത് ഇല്ലല്ലോ. UDF-നകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരുന്നു മാണി. കോൺഗ്രസ് ജോസഫിന്റെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ തന്നെ അത് അപ്രസക്തമായിട്ട് നിൽക്കുകയാണ്. മാണി കോൺഗ്രസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ പിന്നാരെ പ്രേമേന്ദ്രനുണ്ട്. പ്രേമേന്ദ്രൻ അത്ര അല്ലെങ്കിൽ എന്ത് നാളെ കാലത്തൊന്നും സാധിക്കാൻ പറ്റത്തില്ല. ഒരു MLA പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അന്ന് തുലാസിലുള്ള മന്ത്രിസഭ ആയിരുന്നെന്ന് പറയാം, നിയന്ത്രിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ ഇഷ്ടത്തിന് ആ മന്ത്രിസഭ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ വന്നു, മാണിയുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വന്നു. ഇനിയും നാളെ കാലത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോഴേ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസിന്റെ സംസാരം പോലും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നീക്കം പോലും. അതിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്തേ മതിയാവൂന്ന് ബോധ്യപ്പെട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം രമേശ് ചെന്നിത്തല തീരുമാനിക്കുക, UDF അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തിലേക്ക് വരിക, നാളെ കാലത്ത് മുസ്ലിം ലീഗ് പറയും രമേശ് ചെന്നിത്തല മാറട്ടെ, വേണ്ട. അപ്പോൾ പിന്നെ മേളിൽ നിന്ന് ഹൈക്കമാൻഡിന് അവരുടെ തീരുമാനത്തെ മറികടന്നൊന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല അവർക്ക് അതിൻ്റെ രീതിയിലുള്ള MLA-മാരും ഉണ്ടാവും. മാത്രവുമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പ്രധാനപ്പെട്ട ദേശീയ നേതാവെന്ന് പറയുന്ന ആൾക്കാർക്ക് ജയിക്കണമെന്ന് ഉറപ്പുള്ള സീറ്റ് വാഗ്ദാനം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിന് കൊടുക്കാൻ സാധിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിനേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം ആ ബാധ്യത അവിടെ നിൽക്കുക. അപ്പം ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ ഏറ്റവും അടുത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആണല്ലോ ഏറ്റവും, അതിനു മുമ്പും സുരേഷ് ഗോപി ചെന്നാണല്ലോ ഈ വക്കഫ് പൊക്കിയെടുക്കുന്നത്. അതിന് മുമ്പ് വക്കഫ് കുറേ കാലം കൊണ്ട് അവിടെ ഓടുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരുടെ വക്കഫ് എന്തുവാണെന്നോ വക്കഫ് നിയമം എന്തുവാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. വക്കഫിനകത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്നും ആ നിയമം എത്രത്തോളം പ്രശ്നമാണെന്നും വക്കഫ് നിയമ ഭേദഗതിയുമായിട്ട് കേന്ദ്രം വന്നപ്പോൾ ചർച്ചയായി. കാരണം അന്ന് ചർച്ചയായത് എങ്ങനെയാണ്? വക്കഫ് നിയമം ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല, ഇത് മുസ്ലിം ലീഗിന് ദോഷമായിട്ട് വരും, മുസ്ലിം ലീഗിൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിലിരിക്കുന്ന വസ്തുവകകളും പ്രോപ്പർട്ടികളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് BJP കൊണ്ടുവരുന്ന ഒരു നിയമമാണെന്നുള്ള വ്യാജ പ്രചാരണം നടത്തി. പക്ഷേ കേരളത്തിലുള്ളവർ അപ്പം ആ പ്രചാരണത്തിൻ്റെ പുറകിൽ അത് ശരിയാണെന്ന് കണ്ടുപോയി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് പോയില്ല. സാധാരണക്കാരനൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള ബോർഡുകളുടെ കൂട്ടൊരു ബോർഡാണെന്ന് പറയുമ്പോൾ മുനമ്പത്തെ വിഷയം മുസ്ലിം അവര് കുറെ കാലങ്ങൾ അതിൻ്റെ കൊണ്ട് അവരുടെ വസ്തുവിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരുന്നു. അവർക്ക് പരമ്പരാഗതമായിട്ട് അവരുടെ വീടും വസ്തുവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സുരേഷ് ഗോപിയുടെ ചെന്നിട്ട് രാഷ്ട്രീയം കളിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റെടുത്തപ്പോഴാണ്. അപ്പോഴത്തേന് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും സമാധാനം പറയേണ്ടതും അഭിപ്രായം പറയേണ്ടതുമായിട്ട് വന്നു. അപ്പോൾ ഏറ്റവും അവസാനം അതിനകത്ത് ആദ്യ അഭിപ്രായം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ യോഗം വിളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ അവിടെ നിന്ന് അവരെ ഇറക്കി വിടാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നത്. പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം വക്കഫിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം
നിരന്തരം പ്രതിപക്ഷ നേതാവിന് അവരുടെ ഭാഗമായിട്ട്, അതായത് UDF എന്ന് പറയുന്നതിന്റെ വോട്ട് ബാങ്ക് മുസ്ലിം ലീഗും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ആണല്ലോ. ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും പ്രത്യേക മുസ്ലിങ്ങളുടെ വോട്ട് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, പിന്നെ കണ്ണൂർ കുറെ സീറ്റുകൾ ജയിപ്പിക്കാനൊക്കെ സാധിക്കും. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ അതുപോലെ സ്വാധീനത്തിൽ നിൽക്കുന്ന സഭകളാണോ ക്രിസ്ത്യൻ സഭകൾ, അത് കാത്തോലിക് സഭയായാലും ഈ ലാറ്റിൻ സഭയാണെങ്കിലും ഇതെല്ലാം ആരെയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചത് കോൺഗ്രസിനെയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരെ നിർത്തിയാൽ മാത്രമല്ല അവിടുന്ന് മാറി ഇങ്ങോട്ട് സീറ്റുകൾ പിടിക്കാനൊക്കെ എത്തും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അവരുടെ വോട്ടുകൾ അവിടെ നിർത്തുന്നതിന്, അതായത് ഈ പ്രചരണം എത്രത്തോളം വലുതാവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. മുനമ്പം വിഷയം എന്താണ്, മുൻപം വിഷയം കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, ഇത് ആർക്ക് ഗുണമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രചരണം വരുമ്പോൾ അതിനെ മറച്ചു പിടിച്ചത് മുനമ്പമല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യതയും, നാളെ കാലത്ത് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെങ്കിൽ UDF അധികാരത്തിൽ വരണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വിട്ടേണ്ട ഒരവസ്ഥ വരുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗ് ഈ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ അയഞ്ഞ തീരുമാനവും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ തീരുമാനവും എടുക്കുന്നത് വിചാരിച്ച് മുനമ്പം വിഷയത്തിൽ കയറി അമിതമായിട്ട് അഭിപ്രായം പറയുകയും ആ അഭിപ്രായം അതിനകത്ത് തീവ്ര നിലപാടുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അതിനകത്ത് അല്ലെങ്കിൽ സമസ്ത പോലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും മുസ്ലിം സമുദായത്തിന് താല്പര്യമില്ലാതെ വരികയൊക്കെ ചെയ്തു. E.T. മുഹമ്മദ് ബഷീറും ഷാജിയും പറഞ്ഞു അത് വഖഫുഭൂമിയാണ്, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. മുസ്ലിം ലീഗിന്റെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം, വഖഫ് അല്ലെന്ന് പറയാനുള്ള അധികാരമൊന്നും ഇവിടുത്തെ VD സതീശനില്ല, പരസ്യമായിട്ട് പറഞ്ഞു. ശേഷം ശരിക്കും പറഞ്ഞാൽ VD സതീശൻ പെട്ടു. VD സതീശൻ പെട്ടതിന് ശേഷം VD സതീശൻ പിന്നെ വഖഫിന്റെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാത്രമല്ല അതിനുശേഷമാണ് ഇപ്പോൾ NSSന്റെ നേരത്തെ നമ്മുടെ തിരുവനന്തപുരം നായരെ കൊണ്ടുവന്നു, ഡൽഹി നായര എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന നായരെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഈ നായരോട് അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരുന്നതിന് താല്പര്യമായിട്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഈ നായരെ ഏറ്റെടുത്തോണ്ട് ചങ്ങനാശ്ശേരി ഈ നായരെ എടുത്തോണ്ട് കോഴിക്കോട് മൊത്തം നടന്നു, അല്ലെങ്കിൽ മലപ്പുറം മൊത്തം നടന്നു, അവതരിപ്പിച്ചു. ഈ നായര് കേന്ദ്രത്തിലെ കോൺഗ്രസുമായിട്ട് തെറ്റിയതുകൊണ്ട് ഇവിടെ എത്ര പറഞ്ഞാലും ലീഗ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അയാളെ നാളെ കാലത്തെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്നതിനകത്ത് കേന്ദ്രത്തിൽ നടപടിയിൽ ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നായരെ വിട്ടു. അടുത്ത ഈ നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ NSS ഇല്ല. ഇപ്പം ഉള്ള കാര്യം പറയാമല്ലോ, NSS ഇല്ല. NSSന്റെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിനോട് കൃത്യമായ താല്പര്യമില്ല. കാരണം പുള്ളിയുടെ ഒരു അജണ്ടയും ഒരു മൂശേട്ടയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് ഇല്ലേ, പണ്ട് മുതല എരുമയെ പിടിച്ചിട്ട് ഈ വായിക്കകത്ത് ഈച്ച പിറകെ ഞാനും മുതലേച്ചനോട് എരുമയെ പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ രമേശ് ചെന്നിത്തല കൊണ്ടുവരുക. രമേശ് ചെന്നിത്തല ഇപ്പൊ ഞങ്ങളുടെ ആളാണ്, അതിന്റെ കൂടെ മനസ്സിലാവും. അപ്പൊ സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നായന്മാരും വോട്ട് ചെയ്യണമെന്നില്ല. നായന്മാര് വോട്ട് ചെയ്യണമെന്നല്ല, വോട്ട് ചെയ്യത്തില്ല. ഇപ്പം നേരത്തെ ചില അല്ലെങ്കിൽ ഒന്ന് കേൾക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. നമുക്കറിയാം ഇദ്ദേഹത്തിന് മുമ്പേ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാന്യനായ ഒരു സെക്രട്ടറിയായിരുന്നു. ഇദ്ദേഹം ഒരു മൂശേട്ട പോലുള്ള ഒരു മനുഷ്യൻ. ഞാൻ നായരായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പിന്നെ അതിനകത്ത് വലിയ ആക്ഷേപം പറയത്തില്ല. എന്റെ ഫീലിങ്സാണ് ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള ആൾക്കാരുടെ അല്ല, അതിന് സമാനമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ 1-ാം തീയതിക്ക് വിളിച്ചിരിക്കുന്നു. അതിന്റെ കൂടെ വെള്ളാപ്പള്ളി അദ്ദേഹം കൊള്ളാമെന്ന് പറയുന്നു. അപ്പൊ മുസ്ലിം ലീഗ് ഇന്നത്തെ പ്രസ്താവന അനുസരിച്ച് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല വരട്ടെ. പക്ഷെ ഈ ക്രൈസ്തവ സഭയുടെ ഇടയിൽ VD സതീശൻ ഒരു അല്പം സ്ഥാനമില്ലേ? അതിനെപ്പറ്റി അറിവില്ല. മാരാമൺ കൺവെൻഷന് വിളിച്ചിട്ടുണ്ട്. അപ്പം സാധാരണ മാരാമൺ കൺവെൻഷനിലെ രാഷ്ട്രീയക്കാർക്ക് വലിയ സ്ഥാനമില്ല. അവിടെ മത അധ്യക്ഷന്മാർക്കാണ് അവിടെ. ഉമ്മൻചാണ്ടി പോയിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി പിന്നെ സഭയുടെ ആളായിരുന്നല്ലോ. അതെ, സഭയുടെ ആളും. ഉമ്മൻചാണ്ടിക്ക് മറ്റാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്ത ഒരു പരിവേഷം ഉള്ള ആളും. അപ്പൊ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന നാളെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി എങ്ങാനും ആവുകയാണെങ്കിൽ നമ്മുടെ ഭാഗമായിട്ട് നിന്നോട്ടെ, അല്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണോ ഇനി ഒരു പക്ഷേ ഒന്നാമത് ഈ സുകുമാരൻ നായർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല, VD സതീശനുമായിട്ട് അറിയാമല്ലോ, നേരത്തെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധമില്ല. അപ്പം രമേശ് ചെന്നിത്തല ഉയർത്തി കാണിക്കുന്നു ഞങ്ങൾക്ക് താല്പര്യമുള്ള, പണ്ട് തൊട്ടേ UDFന്റെ ഒരു പ്രശ്നം അതാണല്ലോ, SNDPക്കാരന് അഭിപ്രായം പറയും, NSSകാരന് അഭിപ്രായം പറയും, ലോകത്തുള്ള KPMSകാരന് അഭിപ്രായം പറയും, അല്ലെങ്കിൽ ലോകത്തുള്ള മതസംഘടനകളുടെ അഭിപ്രായം, ഇവരുടെ എല്ലാ അഭിപ്രായം കേട്ട് ഭരിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ്. അതിനകത്ത് നമ്മൾ CPM എന്ന് പറയുന്ന പാർട്ടി അംഗീകരിച്ചാൽ മതിയാകത്തുള്ളൂ. ആരുടെയും പാർട്ടി താല്പര്യം നമ്മൾ ചില കാര്യത്തിനകത്ത് ചില പാർട്ടി എത്ര കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാറെന്ന് ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ നാളെ കാലത്ത് ഇപ്പോൾ വരാൻ പോകുന്നെന്ന് തോന്നുന്നേ ഉള്ളൂ. അതിനു മുമ്പേ അഭിപ്രായം ആരുടെയൊക്കെ ആയി, NSSന്റെ ആയി, SNDPയുടെ ആയി, മുസ്ലിം ലീഗ് തീരുമാനിക്കുമെന്നായി, ബാക്കി മാരാമൺ കൺവെൻഷൻ വിളിച്ചു തുടങ്ങി, ഏതെല്ലാം രീതിയിൽ. അപ്പൊ ഇത് നാളെ കാലത്തെ 2026 ഇപ്പോഴത്തെ നമ്മളീ പറയുന്ന പോലെ അന്തരീക്ഷം അനുകൂലമാണെന്നൊന്നും ഈ രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്.
കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ സാറേ അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റുകളിൽ അവർ ജയിച്ചത്. ഇതെല്ലാം തരംഗ സ്വഭാവത്തിൽ വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള അതാ ഒന്ന് ഉമ്മൻചാണ്ടിയുടെ സീറ്റാ, ഉറപ്പായ ഒരു മണ്ഡലം മാത്രമല്ല അദ്ദേഹം മരിച്ചതിന്റെ ആ ഇതങ്ങോട്ട് മാറുന്നതിന് മുമ്പേ എല്ലാവരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റേത് ഏതാ പി ടി തോമസ്, അദ്ദേഹത്തെ മോശമാണ്. ആരാ അംഗീകരിക്കാത്തത്? രാഷ്ട്രീയത്തിനപ്പുറം അംഗീകാരം കിട്ടുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ജയിക്കത്തില്ലേ? എന്താ അവർ മറ്റിടത്ത് ജയിക്കാഞ്ഞ്? ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മത്സരിച്ചല്ലോ നിയമസഭയിൽ, ഒരു സീറ്റിൽ എന്താ ജയിക്കാഞ്ഞ്? അത് പിടിച്ചെടുത്തോണ്ട് വരട്ടെ എങ്കിൽ നമുക്ക് ഉറപ്പ് പറയായിരുന്നു. അതുപോലെ തന്നെ സാറിനറിയാം, സാറ് തിരുവനന്തപുരത്തുകാരനാണല്ലോ. തിരുവനന്തപുരത്ത് എത്ര സീറ്റ് UDF അടുത്ത പ്രാവശ്യം ജയിക്കും? സാറങ്ങ് പറ. സാറ് അത്ര മാധ്യമപ്രവർത്തനമായിട്ട് എത്ര കാലം കൊണ്ട് നിൽക്കുന്ന ആളാ. അടുത്ത് എത്ര സീറ്റിൽ ഇവിടെ CPM-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് അല്ലെങ്കിൽ LDF-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നുണ്ട്, എത്ര സീറ്റ് പിടിക്കും? പക്ഷേ ഇത് BJP-യിലേക്ക് പലതും സീറ്റ് പോകും എന്നുള്ളതും. BJP ശക്തമായിട്ട് അവരവരുടെ പണി, BJPയുടെ പണി, രാഷ്ട്രീയ പണി ചെയ്യണം. പറഞ്ഞു മനസ്സിലായത്? രാഷ്ട്രീയ പണി ചെയ്താൽ അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങളുണ്ട്. അവരുടെ രാഷ്ട്രീയം അവർ ജനങ്ങളിൽ എത്തിക്കണം. അതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്, ജയിച്ചേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തണം. അതെ, അപ്പം ആ രീതിയിലേക്ക് വരും. അപ്പൊ ഞാനീ പറയുന്നത്, ഇവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് മത്സരം കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മുഖ്യമന്ത്രിയും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഗവൺമെന്റും അല്ലെങ്കിൽ ചില താല്പര്യക്കാരുടെ കൂട്ടല്ല, സംവിധാനം ഇപ്പോഴും LDF-ഉം BJP-യും കഴിഞ്ഞേ കോൺഗ്രസിനുള്ളൂ. പാർട്ടി സംവിധാനം അത് മതിയായ മനസ്സിലാക്കിയേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് സാറിനറിയാവോ, പണ്ട് കോൺഗ്രസിന് പരമ്പരാഗത വോട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ വോട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നായർ വോട്ടുണ്ടായിരുന്നു. ഈ 2 വോട്ടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വോട്ടാണ് ചെയ്യത്തുള്ളൂ. ആ വോട്ടൊക്കെ മൺമറഞ്ഞു പോയി. ഇപ്പൊ ന്യൂ ജനറേഷൻ വോട്ടാ. അതൊന്നും ഭയങ്കര പരമ്പരാഗതമായിട്ടൊന്നും നിപ്പില്ല. അത് നായന്മാരുടെ അകത്തും ഇല്ല, ഇതില്ല. അത് കോൺഗ്രസ് മനസ്സിലാക്കണം. അപ്പം പാർട്ടി സംവിധാനം അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇലക്ഷൻ തീരുമാനിച്ച് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ കഴിയുകയും കൃത്യമായിട്ട് ഏത് പാർട്ടിയുടെ ജനപ്രതി ആ മണ്ഡലം നോക്കുകയും ചെയ്യുന്നു. ആ ജനപ്രതി ഒന്നും ആ മണ്ഡലത്തിലെ ആൾക്കാർ കൈപിടിയത്തില്ല. ജനപ്രതിനിധി കൃത്യമായിട്ട് ആ മണ്ഡലത്തിലുണ്ടെങ്കിൽ അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് അയാള്, ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ നാളെ ജയിച്ചു വരട്ടെ. ഈ രീതിയിൽ അങ്ങോട്ട് പോകുമ്പം ഇപ്പം 99 സീറ്റ് LDF-നുണ്ട്. എൻ്റെ ഒരു പരിചയം വെച്ച 20 സീറ്റ് അങ്ങ് പോയാലും വരത്തില്ലേ, അധികാരത്തിൽ വരത്തില്ലേ? തീർച്ചയായിട്ടും വരത്തില്ല. അപ്പൊ പിന്നെ ഈ കിടന്ന് പറയുമ്പം മുസ്ലിം ലീഗ് അവരുടെ സീറ്റ് കുറെ അവരുടെ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പണി അവർ ചെയ്യുന്നുണ്ട്, അവർ അതുകൊണ്ട് വരും. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഇവരുടെ മുഖ്യമന്ത്രിയാവാൻ മുരളി, മുഖ്യമന്ത്രിയാവാൻ KC വേണുഗോപാൽ, മുഖ്യമന്ത്രിയാവാൻ രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രിയാവാൻ VD സതീശൻ, മുഖ്യമന്ത്രിയാവാൻ KPCC പ്രസിഡന്റ്, ഇത്രയും പേര് നിൽക്കുമ്പോൾ ആ മത്സരത്തിനകത്ത് വരുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവും. ഇനിയിപ്പോൾ വരുന്നതിന് MLA-മാരെ എണ്ണി തീരുമാനിക്കുന്ന ഒരു വിഷയത്തിലേക്കാണല്ലോ ആദ്യഘട്ടം വരുന്നത്. രമേശ് ചെന്നിത്തല തീരുമാനിക്കുന്ന, രമേശ് ചെന്നിത്തല ഭാഗമായിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും തീരുമാനിക്കാൻ തുടങ്ങും. ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടും പണി നാളെ തൊട്ടും. VD സതീശൻ ആ പണിയിലാന്നല്ലോ നിൽക്കുന്നേ. ഏറ്റവും അവസാനം വൈലേഷൻ വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തം ആളാക്കി തന്നെ അവനെ ബോധ്യപ്പെടുത്തിയാന്നല്ലോ അവിടെ നിർത്തിയത്. രാഹുലിനെ ബോധ്യപ്പെടുത്തിയാണ് രാഹുലിനെ അവിടെ നിർത്തിയത്. നമ്മള് അപ്പൊ ഈ രീതിയിൽ ഓരോരുത്തരും ബോധ്യപ്പെടുത്താൻ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തീരുമാനിക്കും, KC വേണുഗോപാൽ അവിടെ തീരുമാനിക്കും, പുള്ളിക്ക് എണ്ണം അവസരം വന്നാൽ എണ്ണത്തിനകത്ത് വരത്തോക്കണം തീരുമാനിക്കും. ഈ തീരുമാനം തന്നെ വരുമ്പോൾ അടിയായില്ലേ? ഇത് കോൺഗ്രസിന് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. അത് അടിക്കപ്പുറം നിന്ന് പാർട്ടി സംവിധാനത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാർ പണ്ടുണ്ടായിരുന്നു, കരുണാകരൻ ഉൾപ്പെടെ ഉള്ളവർ. അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇപ്പൊ ഇല്ല. അത് നമ്മൾ പഠിക്കണം. അപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ MLA-മാരുള്ളവരെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കത്തുള്ളൂ. അതിനകത്തും ആ MLA-മാർ ആ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യം മറന്നു പൊക്കൊണ്ട് മാധ്യമങ്ങളും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗും കൂടെ ഇപ്പൊ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതായാലും ആ തീരുമാനത്തിൽ, ഇപ്പൊ ഇവരുടെ തീരുമാനത്തില് കാലിടറാൻ കാര്യം മുനമ്പം വിഷയത്തിനകത്ത് VD സതീശന്റെ തീരുമാനമാണ്. അതായത് വഖഫിനകത്ത് അഭിപ്രായത്തിനകത്ത് VD സതീശന് കാലിടറിയിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ അതൃപ്തിയുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ ഒരു തീരുമാനത്തിന് പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.